നമ്മളിലെ പല ട്രേഡേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ സെറ്റപ്പ് എല്ലാം പ്രോപ്പർ ആയിരിക്കും, പക്ഷേ നമ്മളെ ടാർഗറ്റ് മേ ബി ചാർട്ടിൽ ടാർഗറ്റ് അടിച്ചിട്ടുണ്ടാവും, പക്ഷെ നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ നോക്കുമ്പോൾ നമ്മളെ ടാർഗറ്റ് അടിക്കാണ്ട് പോകുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ SL കേസ് വരുമ്പോൾ ചാർട്ടിൽ ചിലപ്പോൾ എന്തുണ്ടാവില്ല, SL അടിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ നോക്കുന്ന സമയത്ത് അവിടെ നമ്മൾ SL എക്സിക്യൂട്ട് ആയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. വെൽക്കം ടു ഫോറക്സ് ലേണിംഗ് സീരീസ് എപ്പിസോഡ് 10. ഒരു ഫോറക്സ് കോട്ടിൽ 2 പ്രൈസ് ആയിരിക്കും ഉണ്ടാവുക, ആസ്ക് പ്രൈസും ബിഡ് പ്രൈസും. ആസ്ക് പ്രൈസ് പറഞ്ഞാൽ നമ്മൾ വാങ്ങാൻ പോകുന്ന പ്രൈസും, ബിഡ് പ്രൈസ് പറഞ്ഞാൽ നമ്മൾ വിൽക്കാൻ പോകുന്ന പ്രൈസും. ആസ്ക് പ്രൈസും ബിഡ് പ്രൈസും ഒരേ പ്രൈസ് ആയിരിക്കില്ല. നമ്മളൊന്ന് നോക്കിയാൽ മനസ്സിലാവും, കറന്റ് മാർക്കറ്റ് പ്രൈസിന്റെ കുറച്ച് കൂടിയ വിലക്കായിരിക്കും ആസ്ക് പ്രൈസ് ഉണ്ടാവുക, കറന്റ് മാർക്കറ്റ് പ്രൈസിന്റെ കുറച്ച് കുറഞ്ഞ വിലക്കായിരിക്കും ബിഡ് പ്രൈസ് ഉണ്ടാവുക. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ബ്രോക്കർ ആണ് ഇതിന്റെ ഇടയിൽ കളിക്കുന്ന ഒരു വ്യക്തി. ബ്രോക്കർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓരോ ട്രേഡിലും ബ്രോക്കർ ചെറിയൊരു പ്രോഫിറ്റ് എടുക്കും. അപ്പോൾ നമ്മൾ വാങ്ങാൻ പോകുന്ന സമയത്ത് ബ്രോക്കർ നമുക്ക് സെല് ചെയ്യണം, അപ്പോൾ നമുക്ക് കുറച്ച് കൂടിയ വിലക്കായിരിക്കും വിൽക്കുക. അപ്പോൾ ഇനീഷ്യലി നമ്മൾ ആ ട്രേഡ് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മളൊരു ചെറിയ ലോസിലായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ ആസ്ക് പ്രൈസും ബിഡ് പ്രൈസും തമ്മിലെ ഡിഫറൻസിനെയാണ് നമ്മൾ സ്പ്രെഡ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ കൂടിയ സ്പ്രെഡിൽ നമ്മൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടാർഗറ്റ് പ്രൈസിന്റെ അവിടെ എത്തിയാൽ പോലും, മാർക്കറ്റ് എത്തിയാൽ പോലും നമ്മൾ അത് സെല്ല് എക്സിക്യൂട്ട് ആയിട്ടുണ്ടാവില്ല. കാരണം സെല്ലിംഗ് പ്രൈസ് എന്താണ്, കുറച്ച് താഴെയാണുള്ളത്. അതുപോലെ തന്നെ നമ്മൾ SL മാർക്കറ്റ് എത്തിയില്ലെങ്കിൽ പോലും, നമ്മളൊരു ബൈ എൻട്രി എടുത്തിട്ട് അത് SL എത്തിയില്ലെങ്കിൽ പോലും, SL അടുത്ത് എത്തിയാൽ പോലും എന്ത് ചെയ്യും, ആ സ്പ്രെഡ് കാരണം നമ്മുടെ SL എക്സിക്യൂട്ട് ആവാൻ ചാൻസ് ഉണ്ട്. മേ ബി നമ്മൾ നല്ലൊരു ട്രേഡർ ആയാൽ പോലും ഈ സ്പ്രെഡ് കാരണം നമുക്ക് പ്രോപ്പർ ആയിട്ട് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരും. അപ്പോൾ എല്ലാവരും ഇതിൽ കോൺഷ്യസ് ആയിരിക്കണം. നോർമലി നമുക്ക് ഈ സ്പ്രെഡ് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല, കാരണം ഇത് നമ്മൾ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇനീഷ്യലി ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് ബൈയോ സെല്ലോ ആയിക്കോട്ടെ, നമ്മൾ ചെറിയൊരു ലോസിലായിരിക്കും ഉണ്ടാവുക. നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നത് സ്പ്രെഡ് കുറവുള്ള എൻട്രീസ് എടുക്കുക എന്നുള്ളതാണ്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോ, നെക്സ്റ്റ് എപ്പിസോഡിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്തോ. ഇനി എന്റെ പേഴ്സണലി കണക്ട് ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്തിട്ട് ഒന്ന് DM ചെയ്താൽ മതി.